ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായി നമ്മൾ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ഏലക്ക, 1 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 2 സവാള ഇതുപോലെ നേരിയതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ ചെമ്മീൻ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ചെമ്മീൻ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കുന്നതിൻ്റെ അളവിലും മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെയൊക്കെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് കൂടി ചേർത്ത് കൊടുത്താൽ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തൈര് പക്ഷെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ ഗ്രേവിക്ക് ഒരു പുളിപ്പ് വരും. കാരണം നമ്മൾ ഓൾറെഡി തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിയും കറക്റ്റ് പാകത്തിലുള്ളത്. ഇനി ഗ്രേവിയിൽ നിങ്ങൾക്ക് വെള്ളം അധികമായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം വറ്റിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അത് ഈ വീഡിയോയിൽ ഇടാതിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒറ്റൊരു ലെയറായിട്ട് മാത്രമേ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നിങ്ങൾ കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ടെങ്കിലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു നുള്ള് ഗരം മസാല ഇതുപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായി കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒനിയനോ കാഷ്യൂ നട്ട്സോ ഒന്നും ഫ്രൈ ചെയ്തിടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്ത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ദം ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പക്ഷേ എന്നിട്ടും ഉടനെ തന്നെ തുറക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അത്യാവശ്യത്തിന് നല്ല മസാലയൊക്കെ ഉണ്ട്, പക്ഷെ അധികം ഓവറായിട്ടുള്ള ഒരു മസാലയും ഇല്ല. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീട്രൂട്ട് അച്ചാറും സാലഡുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.